ഹലോ ഗായ്സ്, അങ്ങനെ സൺഡേ ആയിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഒരു 5:30 ഇറങ്ങി. ഇപ്പോൾ ഒരു 6:15 6:20 സമയമായി. ആലോ കഴിഞ്ഞു. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഡ്രൈവിൻ്റെ കൊച്ചി മീറ്റപ്പാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഡ്രൈവ് ഒരു മീറ്റപ്പ് കേരളത്തിൽ അറേഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് മീറ്റപ്പ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷേ ആൾക്കാർ ഭയങ്കര കുറവായതുകൊണ്ട് പിന്നൊരു മീറ്റപ്പ് വെക്കാൻ അവർ ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതപ്പോൾ രണ്ടാമത്തെ മീറ്റപ്പാണ് ട്രൈബിൻ്റെ. ഇതിൽ അത്യാവശ്യം ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഗ്രൂപ്പിൽ ഒരു 50-60 മെമ്പേഴ്സ് ആക്റ്റീവാണ്. നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് പോയിന്റ് വരുന്നത് എടപ്പള്ളിയിലാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേരുണ്ടാവും എനിക്കറിയില്ല. എന്തായാലും ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണാം. താങ്ക് യു. അങ്ങനെ നമ്മൾ എടപ്പള്ളി എത്തിയിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം പോയിലേക്ക്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈയിടെയായിട്ട് രാവിലെയും ഒരു 9 മണി കഴിഞ്ഞാൽ നൈറ്റും നല്ല രീതിയിൽ തണുപ്പുണ്ട്. കാസിനോ അതെവിടെയായിട്ടാണോ? നമ്മളങ്ങനെ കറക്റ്റ് സമയം പാലിച്ചിരിക്കുകയാണ്. റൈഡല്ല, മീറ്റപ്പായിട്ടാണ്. 11 റൈഡേഴ്സ് ആയതുകൊണ്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെയിൻ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ചേരാനൊരു സിഗ്നൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു. ലെഫ്റ്റ് നേരെ ഗോൾഗാട്ടി ജംഗ്ഷൻ, കണ്ണൂർ വഴി ഗോൾഗാട്ടി ജംഗ്ഷൻ, അവിടുന്ന് ഹൈക്കോർട്ടിൽ നിന്ന് നേരെ വെല്ലുവിളിക്കാണ്. MG റോഡിലാണ് വരുന്നത്. അപ്പോൾ റൈഡ് ലീഡ് ചെയ്യുന്നത് ലൈവ് ആയിരിക്കും. ലൈവ് ബാക്കി തിരിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്വീപ്പായിരിക്കും. ഫസലുണ്ട്, റിസ്വാനും ഉണ്ടാവും. ഫസൽ അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6:30 തന്നെ നമ്മൾ എത്തിയിരുന്നു മീറ്റപ്പ് പോയിന്റിൽ. ഇപ്പോൾ ഒരു 7:15. ഓൾമോസ്റ്റ് ഒരു 55+ ബൈക്സ് ഉണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ നേരെ ഇവൻ്റ് നടക്കണ ഹോട്ടലിലേക്കാണ് ഇപ്പോൾ ഈ റൈഡ്. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇവൻ്റിലേക്ക് കയറും. കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഗ്രൂപ്പ് റൈഡ് പോകുന്നത്. കുറേ പേരെ കാണാൻ സാധിച്ചു, പഴയ ഫ്രണ്ട്സിനൊക്കെ. സന്തോഷം. അധികം പോസ്റ്റ് ഇല്ലാണ്ട് പരിപാടികളൊക്കെ വേഗം നീങ്ങിട്ടാ. കോർഡിനേഷൻ കൊള്ളാം. അങ്ങനെ വരിയായിട്ട് പോകണത് കാണാൻ തന്നെ നല്ല നൈസാണ്. പക്ഷെ റോഡ് പണി നടക്കണ കാരണം വ്യൂ കിട്ടണില്ലേ. നമ്മളങ്ങനെ കണ്ടെയ്നർ റോഡിലേക്ക് കടന്നിരിക്കുകയാണ്.
എല്ലാ റൈഡേഴ്സും നല്ല കമ്പനിയാണ്. അതുകൊണ്ട് വേറെ അങ്ങനെ ചടപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്ന അറിയില്ല. വ്യൂ കണ്ട ആ അറ്റം വരെ റൈഡേഴ്സാണ്. ഇപ്പോഴാണ് ഒരു നല്ല റോഡ് കിട്ടിയത്. അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ റൈഡ് ചെയ്യാൻ വേറൊരു മൂടാണ്. ചെറിയൊരു പാട്ട് ഇന്റർകോമിലൊക്കെ ഇട്ട് ഇങ്ങനത്തെ ഒരു റൈഡ്. ആഹാ, മൂട് മൂട് മൂട്. ഞാൻ പൊതുവേ ഗ്രൂപ്പ് റൈഡ് അധികം പോവാത്ത ആളാണ്. പോവാണെങ്കിൽ തന്നെ നമ്മുടെ സർക്കിളിലുള്ള 3-4 ഫ്രണ്ട്സിൻ്റെ കൂടെ. പക്ഷേ കൊള്ളാം, ഗ്രൂപ്പ് റൈഡ് കൊള്ളാം. ഇത് വേറൊരു വൈബാണ്. ട്രൈബിൻ്റെ ആക്ച്വലി ഫസ്റ്റ് റൈഡാണ് കേരളത്തിലെ. മീറ്റപ്പ് കഴിഞ്ഞ വർഷം ഉണ്ടെങ്കിലും ഇതാണ് ഫസ്റ്റ് റൈഡ് ട്രൈബിൻ്റെ. കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കുറച്ചധികം ആൾക്കാർക്ക് ഇപ്പോൾ അറിയാം. ട്രൈബിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അറിയാം. സോ ട്രൈബ് എന്ന് പറയുന്നത് ആക്ച്വലി റോയൽ എൻഫീൽഡിന് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാവർക്കും റോയൽ എൻഫീൽഡ് ഉണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് ആക്ച്വലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് മേ ബി ജസ്റ്റ് ഫോർ ട്രാവലിംഗ് ഉണ്ട്. അതേപോലെ അത് വെച്ചിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ലോങ് ട്രാവൽ ചെയ്യുന്നവരുണ്ട്, ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നവരുണ്ട്, ഈവൻ DIYs ചെയ്യുന്നവരുണ്ട്, ലൈക്ക് അതിനോട് താല്പര്യമുള്ളവരുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ആക്ച്വലി കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ട്രൈബിന്റെ ഒരു മെയിൻ ഇന്റൻഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് മെയിൻലി ഇതിൽ ഉള്ളൊരു സംഭവം. ഇപ്പോൾ ലാസ്റ്റ് ടൈം വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ട്രൈബില് ലാസ്റ്റ് മീറ്റപ്പിൽ വന്ന കുറച്ച് പേര് ഈ മീറ്റപ്പിനും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം, കാരണം നമ്മൾ ആ ഒരു ജേർണി ലൈക്ക് അതിനുശേഷം ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളുള്ളവരും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ക്ലബ്സ് പോലെ തന്നെയാണ് ട്രൈബിന്റെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത്. നമുക്ക് വേറെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. നമ്മൾ ട്രൈബിന്റെ ഇപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ റോയൽ എൻഫീൽഡ് ട്രൈബ് എന്നുള്ള ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ടാഗ് ചെയ്യാറുണ്ട്. നമ്മുടെ അടുത്ത് നമ്മൾ കൊളാബറേഷൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈവൻ ലൈക്ക് കുറച്ച് ക്യാമ്പയിൻസ് ഒക്കെ വരാറുണ്ട്. നമുക്ക് ഈ ഇപ്രാവശ്യം മോട്ടോവേഴ്സിന് നമ്മുടെ ഇവിടുന്ന് ട്രൈബിൽ നിന്ന് ഒരു 4-5 പേര് പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് ഇവിടുന്ന് സൂപ്പർ മീറ്റർ വിളിച്ചിട്ട് 3 പേര് പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് അക്രോസ് ഇന്ത്യ നമ്മളെല്ലാ ട്രൈബിന്റെ ഓരോ സൈഡിൽ ഒരു 2-3 പേര് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ GMA ക്യാമ്പയിനായിട്ട് നമുക്ക് ഇവിടുന്ന് 2 പേര് പോയിട്ടുണ്ടായിരുന്നു. GMA സ്റ്റോളിൽ ഇപ്പോൾ മോട്ടോവേഴ്സിന് പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. 2 പേരുണ്ടായിരുന്നു. സത്വിക ഉണ്ടായിരുന്നു, പിന്നെ വിനയ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടി ഉണ്ടായിരുന്നു. 2 പേരായിരുന്നു ട്രൈബിന്റെ ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് കിട്ടുകയാണ്. അതായത് ഓരോ ഇവന്റ്സിന് പോകുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ തന്നെ ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷനിലൂടെ സ്റ്റോറി ടെല്ലിംഗ് ആൾക്കാരുണ്ട്. നല്ല രീതിക്ക് ഒരു കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും ആ ഒരു വീഡിയോസ് എടുക്കാനും പറ്റുന്നവരുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ബ്രാൻഡ് സൈഡിൽ നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബ്രാൻഡ് തരികയാണ്. ലൈക്ക് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും റൈറ്റ്സിനൊക്കെ ഇൻവൈറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഐ തിങ്ക് സിദ്ധാർത്ഥ് ഹിമാലയ ഫ്രം ബാംഗ്ലൂർ, ലൈക്ക് പുള്ളിക്കാണെങ്കിൽ ഫോളോവേഴ്സിന്റെ കൗണ്ടിലല്ല ഇത് ആക്ച്വലി. പുള്ളി ലൈക്ക് റൈഡ്സ് കുറെ പോയിട്ടുണ്ട്. റോയൽ എൻഫീൽഡിന്റെ തന്നെ മാർക്കി റൈഡ്സ് ഉണ്ടല്ലോ, അതായത് ഭൂട്ടാൻ, ഇപ്പൊ അങ്ങനത്തെ കുറെ റൈഡ്സ് ഉണ്ട്. റോയൽ എൻഫീൽഡ് ഡയറക്റ്റ് നടത്തുന്നത്, ഹിമാലയൻ ഒഡീസി, എവറസ്റ്റ് ക്യാമ്പ്, ഇങ്ങനത്തെ റൈഡ്സിനൊക്കെ പുള്ളി പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് പുള്ളിനെ 1-2 ഇതേപോലെ മീറ്റപ്സിന് ബ്രാൻഡ് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. ലൈക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും റൈഡ് ചെയ്യുന്നവരാണ്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇൻസ്റ്റയിൽ ഇടുന്നവരുണ്ട്, യൂട്യൂബിൽ ഇടുന്നവരുണ്ട്. പക്ഷേ അത് ബ്രാൻഡിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ട്രൈബ് എന്ന് പറയുന്നത്. ട്രൈബ് ഇസ് നോട്ട് ഓൺലി റൈഡ്, മെയിൻലി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഗ്രേറ്റ് പ്ലാറ്റ്ഫോമാണ്. റൈഡ്സ് നമ്മൾ ലൈക്ക് വൺസ് ഇൻ എ വൈൽ നമ്മൾ ചെയ്യും.
അത് ലൈക്ക് അപ്പോൺ റിക്വസ്റ്റ് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഡ്രൈവിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ഡ്രൈവിൽ ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റൈഡ്സ് പോകുന്നു. അവിടെ കൂടുതലും റൈഡ്സ് അത്രയും ആ ഒരു കൾച്ചർ അത്രയും ലൈക്ക് ക്ലബ് റൈഡ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റൈഡ്സ് കുറവാണ്. സോ അവിടെ റൈഡ്സ് ആക്ച്വലി പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഇവൻ ബ്രാൻഡ് സ്റ്റോർ റൈഡ്സ് ഉണ്ട്, ക്ലബ് റൈഡ്സ് ഉണ്ട്, ഷോറൂം റൈഡ്സ് എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അവരുടെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടാണ് ഡ്രൈവിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്നത്. സോ ഇന്ന് എൻ്റെ കൂടെ along with me there's Robin Biedoro from Mumbai, and we have Sapika Chasimil and Fasal in the Himalayan Motorwalk, and from Royal Enfield we have Abhishek. So we have apparel team also here. So Kiranjan from Melbourne. So now the session കഴിഞ്ഞിട്ട് apparelsന്റെ ചെറിയൊരു ഇതും കൂടി ഉണ്ടാവും. So I'm handing over the mic to Robin. So Robin actually മോട്ടോവേഴ്സിൽ പോയിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും ബിയർഡോറോ ഹാവിംഗ് ബിയർ ഇൻ ഹാൻഡ്. ബട്ട് അതല്ല പേര് ആഡ് ചെയ്തതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ദെയർ എവറി മോട്ടോവേഴ്സ് എല്ലാ വർഷവും ഞങ്ങൾ എപ്പോഴും കാണുന്നതാണ്. ഞാനിപ്പോൾ കൊല്ലം പോയിട്ടുണ്ടായിരുന്നില്ല. പുള്ളി ഫസ്റ്റ് എത്തിക്കഴിയുമ്പോൾ വിളിക്കുന്നത് എവിടെയാണെന്നുള്ള ചോദ്യമാണ്. കാരണം എനിക്ക് നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ളൊരു സർക്കിൾ ആക്ച്വലി റോയൽ എൻഫീൽഡ് എന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഫ്രം 2016 മോട്ടോവേഴ്സ് ഞാൻ പോയിട്ടുണ്ട്. Safe. Everybody will go into safe. DOTISN. But obviously, it's a full face. It's an open face. So I might not prefer to wear that. Yeah, but and a shorter ride, my in the city, I would prefer to wear. When you see this ISI DOT was very heavy. It's not easy. This is a safety hazard. Sure. Thank you. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രൈബിൻ്റെ മീറ്റപ്പ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പരിപാടി ഒരു 12:30 കൂടി തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് പോകണ വഴിക്ക് ചെറിയ 1 hour ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ ഇവൻ്റ് നടത്തുന്നിടത്തുനിന്ന് വീട്ടിലേക്ക് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവുള്ളൂ. പരിപാടി നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ട്രൈബ് എന്താണെന്നും റോയൽ എൻഫീൽഡിൻ്റെ ആക്സറീസ്, അപ്പാരൽ എല്ലാത്തിൻ്റെയും കുറിച്ച് നല്ല രീതിയിൽ ബ്രീഫ് ചെയ്ത് തന്നു. കുറേ ഇൻഫർമേഷൻ അറിയാൻ സാധിച്ചു. പുതിയ കുറേ ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ സാധിച്ചു. ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ ഗുണങ്ങൾ, അത് നമുക്കതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ റോയൽ എൻഫീൽഡ് ട്രൈബിനെ കുറിച്ച് വലിയ ധാരണ പലർക്കും ഉണ്ടായിരുന്നില്ല. അത് ഈ മീറ്റപ്പിൽ വന്ന എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.